ഹലോ ഹാപ്പി സോൾസ്, ഞാൻ സജിത വിഷ്ണു, ലൈഫ് കോച്ച് ഫ്രം സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്. പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? പണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാകുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് എപ്പോഴും കടബാധ്യതയാണോ പ്രശ്നം? എങ്കിൽ നിങ്ങളെ ഈ വീഡിയോ സഹായിക്കും. പണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ നിരാശയോ, സങ്കടമോ, വേദനയോ, ടെൻഷനോ, ഓവർ തിങ്കിങ്ങോ, അങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും പൈസ ചിലവാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? നമുക്ക് പണത്തെ പറ്റിയുള്ള ഇമോഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ, കൂടുതലായിട്ടും നെഗറ്റീവ് ആണെങ്കിൽ, പണം നമ്മളിൽ നിന്നിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് മണി ലവ്സ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. പണം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ എനർജി. ആ ഒരു എനർജിയിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് വന്നാൽ മാത്രം മതി. പക്ഷെ നമ്മൾ പണത്തെ പറ്റി ആലോചിക്കുമ്പോൾ കൂടുതലും നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടെൻഷനോ, നമുക്ക് വേണ്ട മതിയായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് ആയിരിക്കാം വരുന്നത്. അപ്പം നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് പണം നമ്മളിൽ നിന്നിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളെ മാറ്റാൻ കഴിയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷനാണ്. നമ്മൾ ഉള്ള പണത്തിന് നന്ദിയുള്ളവരാകുമ്പോൾ, നമ്മുടെ ഉള്ള അവസ്ഥയ്ക്ക് നന്ദിയുള്ളവരാകുമ്പോൾ യൂണിവേഴ്സ് കൂടുതൽ നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. പണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നിരാശയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൂടുതൽ നിരാശയുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. പണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ സങ്കടമാണുണ്ടെങ്കിൽ പണത്തെപ്പറ്റി ആലോചിച്ച് കൂടുതൽ സങ്കടപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയാണ് മാറാൻ കഴിയുക? പണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നന്ദി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇമോഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ പണത്തെപ്പറ്റി ആലോചിച്ച് കൂടുതൽ നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചേഞ്ച് വരുത്തേണ്ടത് എവിടെയാണ്? നമ്മളുടെ ഇമോഷനിലാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാം? അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എനിക്ക് കടമാണ്, എനിക്ക് ആവശ്യമുള്ള പൈസ ഇല്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു 100,000 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഉള്ള സാഹചര്യത്തെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇതുവരെ നമ്മുടെ ഈ ഒരു നിമിഷം വരെ മണി എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ പറ്റി ആലോചിക്കാം, അല്ലേ? നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി, നിങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മണി എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് എന്ത് ഇല്ല എന്നതിലേക്കാണ് നമ്മളുടെ ഫോക്കസ് ഇരിക്കുന്നത്. എന്തുണ്ടായിരുന്നു, ഇതുവരെ നമ്മൾ എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വലിയ കടഭാരത്തിലായിരിക്കാം, നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലായിരിക്കാം, നിങ്ങളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ഇതുവരെയുള്ള മണി എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ ഓരോന്നായിട്ട് ഓർത്ത് നന്ദി പറയാം. നിങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, വസ്ത്രം കിട്ടിയിട്ടുണ്ട്, ആഹാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ദിവസം മണി എനർജി എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. പലപ്പോഴും നമ്മളത് അറിയാതെ പോകും, നമ്മളത് ഒരു നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ്. സോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങളെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മാജിക് എന്ന് പറയുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ബുക്കിൽ നിന്നാണ് ഈ ഒരു ഐഡിയ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. മാജിക് ചെക്ക് എന്ന് പറയുന്ന ഒരു ചെക്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ഈ ഒരു ചെക്ക് നിങ്ങൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് 2-3 കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. ഒന്ന് നിങ്ങളുടെ പേരാണ്, നിങ്ങൾക്ക് വേണ്ട എമൗണ്ട്, ഡേറ്റിൻ്റെ അവിടെ നൗ എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങൾക്ക് വേണ്ട എമൗണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എമൗണ്ടും എഴുതുക. അതിനുശേഷം എല്ലാ ദിവസവും 2 നേരം ഈ ഒരു മാജിക് ചെക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഈ എമൗണ്ട് ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, വിശ്വസിക്കുക. എന്നിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാലോചിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിരിക്കാം, ഒരു കാർ വാങ്ങിക്കാനായിരിക്കാം, ഒരു വീടുണ്ടാക്കാനായിട്ടായിരിക്കാം. അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങളൊരു എമൗണ്ട് വെച്ച് ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നടന്നു കഴിയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ഹാപ്പിനെസ് എന്തായിരിക്കും, ഒരു കാർ വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് എന്തായിരിക്കും. ആ ഒരു ഹാപ്പിനെസ് ഫുള്ളായിട്ട് നിങ്ങൾ ഇമോഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക, അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ആൻഡ് റിപ്പീറ്റ് ദിസ് പ്രോസസ്സ് എല്ലാ ദിവസവും 2 നേരം റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മാജിക് ചെക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? നിങ്ങൾ മിക്കവാറും കാണാൻ സാധ്യതയുള്ള, അതായത് നിങ്ങളുടെ മിററിൻ്റെ ഫ്രണ്ടിലോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളിരിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിലോ, നിങ്ങളുടെ റെഫ്രിജറേറ്ററിൻ്റെ മുകളിലോ, അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാജിക് ചെക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങളിത് കാണുക. കണ്ട് ആ ഒരു മാനിഫെസ്റ്റിംഗ് പവറിലേക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തുക. ഡെഫിനറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ആൻഡ് ഡു ആൻഡ്
ഫീൽ ദ മാജിക്. ഇതുപോലെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ ഉൾപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.